അങ്ങനെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോയുടെ ട്രെയിലർ 9 മണിക്ക് ഇറങ്ങി ഞാൻ കണ്ടു. മമ്മൂക്കിയിൽ ഞാൻ എപ്പോഴും ഉദ്ദേശിക്കുന്ന ആക്ടിങ്ങോടെ റോൾസാണ്. മോർ ദാൻ എ സ്റ്റാർ, പുള്ളി ഒരു ആക്ടറാണ്. പക്ഷേ മമ്മൂട്ടി പോലെ പറഞ്ഞ കമലഹാസൻ പ്ലസ് രജനീകാന്ത് അല്ലെങ്കിൽ MGR പ്ലസ് ശിവാജി ഗണേശൻ പോലെ സ്റ്റാറുമാണ്, നല്ല നടന്മാരുമാണ്. നമുക്ക് അടുത്ത കാലത്ത് ചെയ്തെല്ലാം ക്ലാസ് പടങ്ങളാണ് അഭിനയം സാധ്യതയുള്ളത്. ഇതൊരു മാസ് പടം ചെയ്തിട്ട് കുറേ നാളായി. മാസ് ക്ലാസ് ഡിഫറെൻറ്റ് ജോണർ ചെയ്യുന്ന ആളാണ് മമ്മൂട്ടി. സാധാരണ ഇതൊരു അടിപ്പടമാണ്. സാധാരണ ഇങ്ങനെ അടിപ്പടം ചെയ്യുന്നത് ലാലേട്ടറാണ്. പിന്നെ മമ്മൂട്ടിയുടെ ഫാൻസുകാർ കുറച്ചുകൂടി മെച്ചുവേർഡാണ്. അവർ എല്ലാ തരം മൂവീസും പ്രൊമോട്ട് ചെയ്യും മമ്മൂട്ടിയുടെ, മാസ് മാത്രമല്ല. പക്ഷെ ലാലേട്ട ഫാൻസ് മെയിൻലി നരസിംഹം പോലെ മാസ് പടങ്ങളാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. എന്തായാലും മമ്മൂട്ടിയുടെ ആറാടൽ തന്നെ ആയിരിക്കും. ഫാൻസ് പോലെ ഉണ്ട്. പക്കാ മാസ് പടം, ഇടിപ്പടം. ബാബു ആൻ്റണി, പിന്നെ മറ്റേ തോപ്പിൽ അഭിനയിച്ച നടനുണ്ട്. പക്കാ മാസ് മസാല, ഒരു നാടൻ മച്ചാൻ റോളാണ്. നമുക്ക് ചെയ്യുന്ന മാസ് റോൾസ് 2 രീതിയിലുണ്ട്. ഒന്ന് നാടൻ റോള്, ഇപ്പോൾ രാജമാണിക്കൽ പോലെ, ഇല്ലെങ്കിൽ ഭീഷ്മൽ പോലെ, ഇപ്പോൾ ബസൂക്ക പോലെ സ്റ്റൈലൈസ്ഡ് മാസ് ഫിലിം. നാടൻ റോൾസ് പോലെ കൂടുതൽ ചേർക്കണം ഇങ്ങനത്തെ മാസ് മസാല ഫിലിം. എന്തായാലും പടം എനിക്ക് തോന്നുന്നു പൈസകൾ ഡയറക്റ്റ് ചെയ്യുന്ന പടം ഒരു പുലിമുറിൻ്റെ റെക്കോർഡ് പൊട്ടിക്കാൻ സാധ്യതയുണ്ട്. 150-200 കോടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. മഞ്ഞുൽ ബോയ്സ് റെക്കോർഡ് പൊട്ടിക്കുന്ന അറിയില്ല. പിന്നെ മമ്മൂട്ടി കമ്പനിയെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതുകൊണ്ട് തന്നെ മമ്മൂട്ടി നല്ല ബുദ്ധിപൂർവ്വമാണ് സിനിമകൾ സെലക്ട് ചെയ്യുന്നത്. ഈ സിനിമയ്ക്കുള്ള കാതലുള്ള മൂവിക്കൊന്നും ഹൈപ്പ് കൊടുത്തില്ല, പക്ഷേ ഈ മൂവിക്കുള്ള ഹൈപ്പ് കൊടുത്തു. കാരണം ഇത് ഹൈപ്പ് ആവശ്യമുള്ള മൂവിയാണ്, മാസ് ഫിലിമാണ്. എന്തായാലും മമ്മൂക്കിയുടെ വിലയാട്ടൽ ആണെന്ന് പറയാം. പടം എന്തൊക്കെ വന്നാലും ഭയങ്കര ഹിറ്റായിരിക്കും. 200 കോടിയുടെ അടുത്ത് വരാൻ സാധ്യതയുണ്ട്. മമ്മൂക്കിയുടെ പടങ്ങൾ അങ്ങനെ 100 കോടി ക്രോസ് ചെയ്തിട്ടില്ല. ഇതായിരിക്കും ആദ്യം ക്രോസ് ചെയ്യുന്ന. പുലിമുറുക്കിയുടെ റെക്കോർഡ് പൊട്ടിക്കാൻ സാധ്യതയുണ്ട്. സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ്. നല്ല സ്ക്രിപ്റ്റ് റൈറ്ററാണ്. പുള്ളി നല്ല ഡയറക്ടറാണ്. ഓസ്ട്രേലിയ പുള്ളി ഇപ്പോഴത്തെ ഓഡിയൻസ് പലിച്ചറിയാവുന്ന ആളാണ്. ഒരുപാട് വില്ലന്മാരുണ്ടെന്ന് പറഞ്ഞാൽ. എനിവേ എനിക്ക് തോന്നുന്നു ടർബോ ഒരു 200 കോടി ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. മമ്മൂട്ടി ആറാടാൻ സാധ്യതയുണ്ട്.